Hey guys, welcome back to the yet another video of Rindu Bhagya Vlogs. ഇന്ന് നമ്മള് ചെന്നൈയിലാണുള്ളത്. നമ്മളൊരു കസിന്റെ വീട്ടില് വന്നതാണ്. അപ്പൊ നമ്മള് ഷോർട്സിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എവിടെയാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ്. ഞാനുണ്ട്, ഭാഗ്യുണ്ട്, എൻ്റെ അച്ഛനും അമ്മയുണ്ട്, ഭാഗ്യയുടെ വലിയച്ഛന്റെ വീട് മീൻസ് അച്ഛൻ ജനിച്ചു വളർന്ന നാടാണ്. നെല്ലിക്കഴിച്ചുണ്ട്, അമ്മ അരിനെല്ലിക്ക വെട്ടി വിഴുങ്ങുന്നു. ഇവിടെ മാവ്, അരിനെല്ലിക്ക, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നല്ലൊരു ചാമ്പയ്ക്കുണ്ട്. വെയിലാണ് ഇവിടെ. നമ്മളെ നാട്ടിലേക്ക് ഈ സമയത്ത് നല്ല മഴയാണ്, പക്ഷെ ഇവിടെ നല്ല. ഇന്നത്തെ പ്ലാനിങ് എന്തൊക്കെയാ? ഇന്ന് നമ്മൾ ഇനി കുറച്ച് കസിൻസിൻ്റെ വീട്ടിൽ പോകണം, പിന്നെ നമുക്ക് ബീച്ചിൽ പോകണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ഓൾറെഡി നമ്മൾ കാറിലാണ് വന്നത്, റെൻ്റ് ഔട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ 10 hours-ന് 3400 അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മൾ എത്ര കിലോമീറ്റർ ഓടുന്നു +1 കിലോമീറ്റർ വെച്ചിട്ട് 17 അങ്ങനെ വെച്ച് ചാർജ് വരും. പിന്നെ വരുന്നത് 10 hours പ്ലസ് ആകുമ്പം per hour 250 വെച്ചിട്ട് അങ്ങനെയാണ് ഇത് വരുന്നത്. ഡീസൻറ്റ് പാക്കേജ് ആയിട്ട് തോന്നിയതുകൊണ്ട് എൻ്റെ ഒരു ബ്രദർ വഴി ചെയ്തതാണ്. അപ്പം നമ്മൾ അതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ദിവസത്തേക്കാണ്. ഒരു ദിവസത്തേക്ക് 10 hours-ന് 3400 അങ്ങനെയാണ് ചാർജ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി റെയിൽവേ സ്റ്റേഷൻ തൊട്ടിട്ട് ഇവിടെ വരെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവരാണ് ചെയ്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജേണി ഫുൾ അവരെ കൂടെ ആയിരിക്കും, ഇന്നത്തെ ദിവസം പിന്നെ അടുത്ത ദിവസം. അപ്പോൾ ചേർത്തിട്ട് 6800 ആ റേഞ്ച് വരും. പിന്നെ എക്സ്ട്രാ നമ്മൾ ഓടുന്നതിന് ചാർജ് അങ്ങനെ വരും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ്, ഇഡലി, സാമ്പാർ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വരുന്നേക്ക് ചായയും കടിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൽക്കാലം ഇറങ്ങുകയാണ്. അച്ഛമ്മ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അച്ഛമ്മ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ല നേരം. അപ്പൊ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാം. 10 മണിയാകുമ്പത്തെ ഇറങ്ങണം എന്നാണ്. ഇപ്പൊ ഓൾറെഡി 9:40. അപ്പൊ നമ്മൾ ഡ്രൈവർ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങും. പോകുന്ന വഴിക്ക് കാഴ്ചകളും അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ വീടുകൾക്കും സൺഷെയ്ഡ് ഉണ്ടാവില്ല. വില്ലേജന്റെ വീടും വില്ലേജന്റെ മോളുടെ വീടും ഒരു കോമ്പൗണ്ടിലാണ്. ഇത് വില്ലേജന്റെ മോളുടെ ഭർത്തായതുകൊണ്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഈ വീടിന് മാത്രം സൺഷെയ്ഡ് ഉണ്ട്. പിന്നെ മാവും പിന്നെ അങ്ങനെ അരിനെല്ലിക്ക അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. മാങ്ങയൊക്കെ ഇവിടെ ഉണ്ടായതാണ്. കുറച്ച് ലേറ്റ് ആയി. നമ്മള് 10 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചു. 10:30 അപ്പൊ എല്ലാരും പെറുക്കി കുട്ടി നമ്മള് നേരെ വില്ലേജിന്റെ വീട്ടിലേക്ക്. ഇത് ഒരു വില്ലേജിന്റെ വീട്ടിലേക്കാണ് പോകണം. റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് കറങ്ങിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. നല്ല വെയിലാണ്, നമ്മളടുത്ത പോലെയല്ല. അവിടുന്ന് ഇങ്ങനെ കുലുങ്ങി ആ ഉള്ളിലോട്ടുള്ള റോഡുകളൊക്കെ എങ്ങനെയാ, പുറത്തോട്ടുള്ള റോഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ നമ്മള് വല്യച്ഛന്റെ വീട്ടിലെത്തി. വല്യച്ഛന്റെ വീട്ടിലിപ്പം കറന്റ്ലി ആരും നിൽക്കുന്നില്ല. വല്യമ്മയ്ക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെയാ. അപ്പൊ അവിടുന്ന് ജസ്റ്റ് ചായ മാത്രം കുടിച്ചിട്ട് പിന്നെ വല്യച്ഛന്റെ മൂത്ത മോളുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ പോയത്. അവിടെ പിന്നെ എല്ലാവരും അവിടെ തന്നെ ആയിരുന്നു. അപ്പൊ അവിടുന്ന് ഫുഡൊക്കെ അവിടുന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് തന്നെ. പിന്നെ അവിടെ ഒരു RX-100 ഉണ്ടോ, പിന്നെ അതിന്റെ വിലയായിരുന്നു കുറെ നേരം. അത്യാവശ്യം പഴയ മോഡല് RX-100 ആണ്. ഞാനും ഭരത്തും കുറെ നേരം അതിന്റെ എഞ്ചിനും അതിന്റെ സ്പെക്കും ഒക്കെ നോക്കി അവിടെ കുറെ നേരം നിന്നു. പിന്നെ അവിടെ തൊട്ട് മുറ്റത്തന്നെ മാവുണ്ടായിരുന്നു. മാവിനാണെ പൊക്കമില്ല. അപ്പൊ അതുകൊണ്ട് മാങ്ങയൊക്കെ താഴേക്ക് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഭാഗ്യം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്കൊരു മാങ്ങ തരുമോ? ഇപ്പൊ തരാട്ടോ. അങ്ങനെ മാങ്ങ കൊടുത്തും തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ നമ്മള് നേരെ അകത്തേക്ക് കയറി ഫുഡ് കഴിക്കായിരുന്നു. അവര് മലബാർ ചിക്കൻ ബിരിയാണി അവിടുത്തെ വിനോദേട്ടന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഗുലാബ് ജാമുനും ഐസ്ക്രീമും ഉള്ളതെന്ന്. ഗുലാബ് ജാമുന് ഷുഗറാണ് അച്ഛനെന്ന് പറഞ്ഞിട്ട് ഭാഗ്യൻ സ്ഥിരം ഒരു കാഴ്ചയാണിത്. ഇതവള് തട്ടിയെടുത്തു അല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് 1-2 സ്ഥലങ്ങൾ പോകാനുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ പോയത് സ്നേക്ക് പാർക്കിലേക്കായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ അണ്ണാ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുടെ അടുത്ത് കൂടെയാണ് പോയത്. സ്നേക്ക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കായിരുന്നു അല്ലെ. അതെ, മാറി കയറിയതാണ് നമ്മള്. ഭാഗ്യ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്നേക്ക് പാർക്ക് അല്ല. സ്നേക്ക് പാർക്കിലെത്തിയിട്ടുണ്ട്. സ്നേക്ക് പാർക്ക്
ഇവിടെ ഒരാൾക്ക് എന്തോ ജന്നി ഇളകി നിന്നു. സ്നേക് പാർക്ക് വന്നിട്ട് മാനൊക്കെ ഉണ്ടല്ലോ. മാനൊക്കെയാണല്ലോ. നമുക്ക് മാന് ചിൽഡ്രൻസ് പാർക്ക് മാന് മാനുണ്ട്. സ്നേക് പാർക്ക് പേരിട്ടെന്താണോ അപ്പോ ചെക്ക് ദിസ് ഔട്ട്. എന്തുകൊണ്ടാണ് സ്നേക് പാർക്ക് പേരെന്ന്? സ്നേക്സ് ഉണ്ട് അതാ എന്തോ എല്ലാരും ഉണ്ട്. നമ്മൾ അച്ഛമ്മേനെ വല്യച്ഛൻ്റെ വീട്ടിലാക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങിയതാ. നമുക്കതിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കാണാം അല്ലേ? അതെ, ഞാൻ മുമ്പിൽ പോ, എല്ലാരും കിട്ടണേ. ഇതേ ഡിസ്കഷൻ വന്ന പിള്ളേരാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നപ്പോൾ കൊക്കിന്റെ പല വകഭേദങ്ങളിലും മുതുമുത്തച്ഛന്മാരും മുത്തച്ഛന്മാരും ഒക്കെ നിൽക്കുന്നുണ്ട്. നല്ല പ്രായം ഉണ്ടായിരുന്നു തോന്നുന്നു, അത്യാവശ്യം നല്ല സൈസും ഉണ്ടായിരുന്നു. അതെ, പല ടൈപ്സ് ഓഫ് കൊക്കുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ഫുൾ ഒരു ഹ്യൂജ് കേജ് ആയിരുന്നു. അതിനകത്ത് അവർക്ക് നടക്കാനും ഇതൊക്കെ ആക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അപ്പൊ അതിന്റെ പേരറിയുന്നവർ കമന്റ് ചെയ്യണേ. പിന്നെ ഇതൊരു ഗിർഡിയർ ആയിരുന്നു. എന്തിനു ബാർക്കിംഗ് ഡിയർ. അതെ, പക്ഷെ ഇത് കുരയ്ക്കുമെന്ന് നോക്കാൻ വേണ്ടി കുറെ നേരം നിന്നു, പക്ഷെ അത് കുരച്ചൊന്നുമില്ല. പിന്നെ അതിന്റെ അകത്ത് തന്നെ നമുക്ക് വാഷ്റൂം സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാഷ്റൂം പോകുന്നവരൊക്കെ അവിടുന്ന് വാഷ്റൂം ഒക്കെ പോയി വന്നു. അങ്ങനെ അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൊരു പാർക്ക് തന്നെ. പിന്നെ ഇത് നമ്മുടെ മറ്റേ കുറുനരിയോ കുറുക്കനോ എന്തോ, ഇത് ഒരു റെസ്റ്റ്ലെസ് ബ്രീഡാന്ന് തോന്നുന്നു. റെസ്റ്റില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു വൈറ്റ് മയിലിനെ കണ്ടു. അത് പീലിരിക്കുന്ന നല്ല രസം അയച്ച് കാത്തുന്നു. പക്ഷെ അതിന്റെ പീലൊക്കെ തൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ കുറച്ചും കൂടി ഭംഗി പീല് വിരിക്കുമ്പോ കൂട്ടിലിട്ടോണ്ടായിരിക്കും. പിന്നെ ശരിക്കുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന മയിലിനെ കണ്ടു, നല്ല വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന പോലെ തോന്നി. പക്ഷെ പിന്നെ അത് നമ്മളെ കണ്ടപ്പോ ഓടി അപ്പുറത്തേക്ക്. ഇത് പാർക്കിന്റെ ഫുള്ള് ലേ ഔട്ട് മാപ്പ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് ഓസ്ട്രിച്ച്, യെസ്, പക്ഷി നോക്കി കുറെ നേരം നിന്നു. പിന്നെ എസ്പെഷ്യലി അതിനൊന്നും നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല. അതിനുള്ള ഫുഡൊക്കെ ഓൾറെഡി അവിടെ കൊടുക്കുന്നുണ്ടാവും. കുരങ്ങൊക്കെ ഒരെണ്ണം പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടോ. പിന്നെ അത് അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് നൈസായിട്ട് അവിടെ സംഭവം എന്ന് വെച്ചാല് ഈ തള്ളക്കുരങ്ങ് ആ കുഞ്ഞിന് ഭക്ഷണം കൊണ്ട് കൊടുക്കായിരുന്നു. പേനെടുക്കുന്നവരുണ്ട്, ഒരു ഭാഗത്ത് കളിക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. നല്ല രസമായിരുന്നു കാണാനായി. ഹ്യൂമൻസ് ആയിട്ട് കുറെ റിലേറ്റീവ് സാധനങ്ങളൊക്കെയാണ്. ഇത് സിംഹവാലിനാന്ന് തോന്നുന്നുണ്ട്. Got the reason why this is called Snake Park. ഇത് ചിൽഡ്രൻസ് പാർക്കിന്റെ അകത്തുള്ള സ്നേക്കിന്റെ ആ ഒരു ഭാഗമാണ്, ഒരു സെക്ഷനാണ്. പക്ഷെ ഇതല്ലാതെ സ്നേക്ക് പാർക്ക് ഇതിന്റെ പുറത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിസിറ്റിംഗ് ടൈം ഒരു 5:30 വരെയാണ്. അപ്പൊ 5 o'clock ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയതിന്റെ ശേഷമാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ പല വെറൈറ്റീസ് ഓഫ് സ്നേക്സ് യഥാർത്ഥ സ്നേക്ക് പാർക്ക്. ഇവിടെ മഞ്ഞയും വെള്ളയും പച്ചയും കറുപ്പും പലതരത്തിലുള്ള സ്നേക്കുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടു തീർക്കാൻ ശരിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ കുറെ സമയം എടുക്കും. പക്ഷെ നമ്മളൊന്ന് ഓടിച്ചിട്ടുണ്ട് 5:30 വരെ ലിമിറ്റ്. ഇതെന്തായിരുന്നു സാധനം? മറ്റേ ഷോക്ക് അടിപ്പിക്കുന്ന ഫിഷോ എന്തോ തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് അറിയാന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം. പല കരിമൂർക്കൻ, അത് ഇത് അണലി, പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇത് ഒറിജിനൽ അല്ല കേട്ടോ. പിന്നെ ഇത് ഇക്വാന, മറ്റേ വളർത്തുന്ന ഒരു ഓന്തിന്റെ ഒരു സ്പീഷീസ് പെട്ട സാധനം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങിയത് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിട്ടായിരുന്നു. വെറും ബീച്ചല്ല, മറീന ബീച്ച്. യെസ്, മറീന ബീച്ചില് നമുക്ക് സ്റ്റാച്യൂസ് ഒക്കെ കാണാനാ ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റാച്യൂസ് മീൻസ് അവരുടെ സമാധി ഉണ്ടാവില്ല, മറ്റേ അമ്മ സമാധി, നമ്മുടെ അമ്മയുടെ ജയലളിതയുടെയും അവരുടെ രണ്ടുപേരുടെയും സമാധി കാണാനാ പോയിട്ട്. അത് ഭയങ്കര ഇതാക്കി ഉണ്ടാക്കി, അത്യാവശ്യം നല്ല ചെലവ് സ്ഥലമാണ്. ഈ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഒരു ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ ബിസിനസ് ഒക്കെ അവിടെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സംഭവം നല്ലതാണ്, ബട്ട് സ്റ്റിൽ ഇവിടെ ഒന്നും അങ്ങനെ ആരും ചെയ്യില്ല. അപ്പൊ നമ്മളവിടെ നമ്മള് മെറീന ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മള് 1-2 സമാധികൾ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അമ്മ സമാധി, ദെൻ എംജിആർ സമാധി. ഇതൊക്കെ ഇവിടെ മേ ബി ഇതൊക്കെ യൂഷ്വൽ സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. സമാധിക്ക് ഇത്രയും വലിയ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പിന്നെ കാണുന്നതും
ഇവിടുന്ന് നോക്കിയാൽ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ട്രക്ചേഴ്സൊക്കെ ഭയങ്കര കോടികളുടെ ചെലവിലുണ്ടാക്കിയ സംഭവങ്ങളാണ്. ഭാഗ്യത മുന്നിൽ നടക്കും. ഇതേ മുന്നിൽ കാണുന്നത് ഒരു ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു രൂപസാദൃശ്യമൊക്കെ കാണാൻ പറ്റുന്ന ഈ രീതിയിലുള്ളതും ഈ സൺസെറ്റൊക്കെ ഇതിൻ്റെ അകത്തൂടെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലുള്ള വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തു. കപ്പിൾസ് ആയിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോസ് ചറപ്പറ എടുത്തു. നമ്മള് നമ്മളിവിടെ ഇറങ്ങാണ്. അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഇതേ ബാക്ക് കാണുന്ന അത്യാവശ്യ സംഭവങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു. ബീച്ചിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമ്മളിവിടുന്ന് ജസ്റ്റ് ഒന്ന് ബീച്ചിലും കൂടെ ഇറങ്ങിയിട്ട് പോകാന്നാ വിചാരിക്കുന്നത്. ഓക്കേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഉപ്പിലിട്ട മാങ്ങ, ഞാവൽപ്പഴം, പിന്നെ വത്തക്ക അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മളൊരു പ്രതിമ 20 രൂപയായിരുന്നു അല്ലേ? 20 രൂപയായിരുന്നു. പിന്നെ ഒരു ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടായിരുന്നു. പ്രതിമയല്ല, ഒരു മനുഷ്യൻ പെയിന്റ് അടിച്ചതായിരുന്നു. നമ്മളവർക്ക് പൈസ ഒക്കെ കൊടുത്തു. ജീവിക്കാനുള്ള ഒരു മാർഗം. അതിന്റെ അടുത്തൊരു കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അത് ഒറിജിനലായിട്ട് വയ്യാത്താണോ എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മള് ബീച്ചിലേക്ക് നടന്നു പോകുന്നേക്ക് കാലില് മണല് വരിയിരുന്നു. ഇതേ മണൽ മാഫിയ ബാക്കിയ. പിന്നെയും ബീച്ചിലേക്ക് എത്താൻ, അതായത് കടലിന്റെ അറ്റത്തേക്ക് എത്താൻ, സീഷോറിന് അങ്ങോട്ട് എത്താനായിട്ട് ഒരുപാട് ദൂരം പിന്നെയും നടക്കാനുണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോട് ബീച്ച് പോലൊന്നല്ല, അത്യാവശ്യം നല്ല ദൂരം. പിന്നെ നമ്മുടെ അമ്മമാര് ഒരു കവർ നിറയെ പഴുത്ത മാങ്ങകൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാക്കിന് വെട്ടി വിഴുങ്ങി കഴിച്ചു. തിരമാലകളൊക്കെ എണ്ണി ഇങ്ങനെ നോക്കി നിന്ന് കൊറേ സമയം. പിന്നെ നമ്മള് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവര് മാങ്ങ തീർക്കുന്ന തത്രപ്പാടിലായിരുന്നു. വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ഇതില് നമ്മളാണ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ടോട്ട് നിൽക്കുക. പിന്നെ ഇവര് രണ്ടുപേരെ തീർത്തിറങ്ങുമ്പത്തെ ഒരു സമയമായി. അച്ഛന് ഷുഗർ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിക്കാനാ പറഞ്ഞത്. എന്നാലും ആളും കഴിച്ചിട്ടുണ്ട്. എല്ലാരും അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛനൊന്നും അങ്ങനെ അധികം എൻജോയ് ചെയ്യാത്ത ആളാണ്. അവളുടെ അച്ഛൻ പിന്നെ അത്യാവശ്യം എൻജോയ് ചെയ്യുന്ന ടൈപ്പ്. ഈ മാങ്ങ ഉറിഞ്ചി തിന്നുന്ന അങ്ങനെ പിന്നെ എന്റെ അച്ഛനും അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ഇറങ്ങാൻ നേരത്തെ അവിടെ എത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ മറന്നു. പിന്നെ ആള് ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭരത്തും എല്ലാരും മാങ്ങയൊക്കെ കഴിച്ച് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. എന്താവോ എന്തോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് വീഡിയോസ് ഒക്കെ എടുത്തു. തിരിച്ചിറങ്ങാനായിട്ട് അച്ഛൻ ഒരു ഫോട്ടോയും കൂടെ എടുക്കാൻ വേണ്ടി പോയി. ആള് അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാത്ത ആളാ. എന്ത് പറ്റിയാവോ. അങ്ങനെ തന്നെ ആൾക്ക് സന്തോഷമായും തോന്നുന്നു. പിന്നെ നമ്മള് തിരിച്ചിറങ്ങുമ്പോഴത്തെ ആകാശത്തിന്റെ ഷെയ്ഡൊക്കെ മാറി, ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോ ഭരത്തെടുത്തതായിരുന്നു. ഈ ഫോട്ടോക്കുള്ള ഒരു ക്യാപ്ഷൻ താഴെ കമന്റ് ചെയ്യാം. ടോട്ടലി ടയർഡ് ഗൈസ്. മണൽ മാഫിയ കിങ് ഭാഗ്യ. അങ്ങനെ അവിടുന്ന് നമ്മൾ മെറീന ബീച്ചിനോട് ടാറ്റ ഗുഡ് ബൈ പറയുമ്പോൾ ഏകദേശം ഒരു 8 മണിക്ക് ആയിട്ടുണ്ട്. ആ കോർപ്പറേഷന്റെ ബിൽഡിംഗ് നല്ല ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട് അതെടുത്താ. പിന്നെ വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. എഗ് റോസ്റ്റും ചപ്പാത്തി ആയിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ അന്നത്തെ ദിവസം എൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഒരു സ്ഥലം കൂടെ കവർ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം എല്ലാവരും ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളത്തെ ദിവസം കാണാം. അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് ഗുഡ് നൈറ്റ്.